സെക്ഷൻ സിയിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചാണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ എന്നും ബി എന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ക്വസ്റ്റ്യൻ ഉണ്ട്. കണ്ടോ? എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ മതി. എ പാർട്ട് എന്താണെന്ന് നോക്കാം. സി ദി പാറ്റേൺ ഓഫ് ദീസ് ഇക്വേഷൻസ്. താഴെ കുറച്ച് ഇക്വേഷൻസിൻ്റെ പാറ്റേൺസ് തന്നിട്ടുണ്ട്. കണ്ടോ? 2² - 1² = 3 = 2 + 1. 2² - 1² എന്താണ്? 3 ആണ്. 3യെ നമുക്ക് എങ്ങനെ എഴുതാം? 2 + 1 എന്ന് എഴുതാം. ഇനി 3² - 2² = 5. 5നെ എങ്ങനെ എഴുതാം? 3 + 2 എന്ന് എഴുതാം. ഇനി 4² - 3² എന്താണ്? 7 ആണ്. 7നെ നമുക്ക് 4 + 3 എന്ന് എഴുതാം. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റൈറ്റ് ദി നെക്സ്റ്റ് ഇക്വേഷൻ ഇൻ ദിസ് പാറ്റേൺ. ഈ പാറ്റേണിലെ അടുത്ത ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്തായിരിക്കും അടുത്ത പാറ്റേൺ? ഇവിടെ 2 1 3 2 4 3. അടുത്ത എന്തായിരിക്കും? 5 4 ആയിരിക്കും അല്ലേ? 5² - 4² എന്താണ്? 5² - 4² 25 - 16 ആണ്. 9 എന്ന് വരും അല്ലേ? 9നെ നമുക്ക് 5 + 4 എന്ന് എഴുതിക്കൂടെ? ഇനി അടുത്ത ഒരു ലൈനൂടെ നോക്കാം. 5ഉം 4ഉം ആയില്ലേ? ഇനി 6ഉം 5ഉം ആയിരിക്കും. 6² - 5² എന്താണ്? 6² - 5²? 36 - 25 നമുക്ക് 11 എന്ന് കിട്ടും. 11 ആൻസർ. 11നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 + 5 എന്ന് എഴുതിക്കൂടെ? എന്താ? റൈറ്റ് ദി ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഇൻ ഓൾജിബ്ര. ഇത് നമ്മൾ ഓൾജിബ്രായിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ഓൾജിബ്രായിക്കലി റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കോമൺ പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്ക്, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ് അല്ലേ? 2 3 കണ്ടോ? ഇത് നമ്മൾ n ആയിട്ട് എടുക്കാം. സെക്കൻഡ് നമ്പർ n ആയിട്ട് എടുത്താൽ ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? n+1 ആയിരിക്കും. മനസ്സിലായോ? ഈ 2 നമ്പേഴ്സ് തന്നെയാണ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നതും. n+n+1 ആയിരിക്കും. നമുക്കൊന്ന് എഴുതി നോക്കാം. n+1² - n². n+1² - n² എന്ത് കിട്ടും? = n² + 2n+1 -n² എന്നല്ലേ കിട്ടുന്നേ? എന്താണത്? n² - n² ക്യാൻസലായിപ്പോയി. നമുക്ക് എന്ത് കിട്ടും? 2n+1 എന്ന് കിട്ടും. 2n+1 എന്താണ്? ഓഡ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം അല്ലേ? നമുക്ക് ഈ കിട്ടിയേക്കുന്ന എല്ലാ ഓഡ് നമ്പേഴ്സ് അല്ലേ? 3 5 7 9 11 എല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. ഇനി റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് എന്താണ്? ഈ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് അതിൻ്റെ റൈറ്റ് സൈഡ് അല്ലേ? n+1 + n എന്ത് കിട്ടും? n+n എന്താണ്? 2n+1 സെയിം അല്ലേ കിട്ടിയേക്കുന്നത്? ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം. n+1² - n² = 2n+1. ഈസ് 50² - 49². ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ആൻസർ പറയാം. 50² - 49² എന്തായിരിക്കും? 50 + 49 ആയിരിക്കും. ആൻസർ എന്ത് വരും? 99 എന്ന് വരും. അടുത്തതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സം നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ദി ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിനെ 2 നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 8നെ എങ്ങനെ എഴുതിയേക്കുന്നത്? 3² - 1² അല്ലേ? നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ കണ്ട എന്താ? ഓഡ് നമ്പേഴ്സിനെയാണ് ഇതുപോലെ നമ്പേഴ്സിൻ്റെ സ്ക്വയറിന് ഡിഫറൻസ് ആയിട്ട് എഴുതിയിരുന്നത്. ഇവിടെ നോക്ക്, 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 3² - 1² എന്ന് എഴുതാം. അതുപോലെ 4 × 2 × 1 എന്ന് എഴുതാം. ഇനി 12നെ എങ്ങനെ എഴുതിയിട്ടുള്ളത്? 4 × 3 × 1 = 4² - 2². 16നെ എങ്ങനെ എഴുതിയേക്കുന്നത്? 4 × 4 × 1 = 5² - 3². എന്താണ് ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത? ഇതെന്താണ്? ഇതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 4 × 2 ആണ് 8, 4 × 3 ആണ് 12, 4 × 4 ആണ് 16. അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് 20 ആസ് ദി ഡിഫറൻസ് ഓഫ് 2 സ്ക്വയേഴ്സ് ലൈക്ക് ദിസ്. 20 നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റുമല്ലോ. 20 എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? അടുത്ത ഇവിടെ 8 12 16 അടുത്ത വരുന്ന മൾട്ടിപ്പിൾ എന്താണ്? 20 അല്ലേ? 20 കിട്ടുന്നത്. 8നെ നമുക്ക് 4 × 2 എന്ന് എഴുതാം. 4 × 2 × 1 എന്ന് എഴുതിയിട്ടുണ്ട്. 12നെ എങ്ങനെ എഴുതാം? 4 × 3 × 1. 16നെ എങ്ങനെ എഴുതാം? 4 × 4 × 1. മനസ്സിലായി? അടുത്ത 20 വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 5 × 1. മനസ്സിലായോ? 2 3 4 5 അങ്ങനെയാണ് പോകുന്ന പാറ്റേൺ. അടുത്ത ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 അല്ലേ? 2 + 1ഉം 2 - 1ഉം ആണിത് അല്ലേ? 2ൻ്റെ കൂടെ 1 കൂട്ടുന്നതല്ലേ 3. അതുപോലെ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നതല്ലേ 1.
അടുത്ത 3 പ്ലസ് 1ഉം 3 മൈനസ് 1ഉം കണ്ടോ. 4 ആകുമ്പോൾ 4 പ്ലസ് 1ഉം 4 മൈനസ് 1ഉം. ഇവിടെ 5 അല്ലേ, 5 പ്ലസ് 1 എത്ര 6 സ്ക്വയർ മൈനസ് 5 മൈനസ് 1 എത്ര വരും 4. നമുക്ക് എങ്ങനെ എഴുതാം 6 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് എഴുതാം. ഇതേ കാര്യം തന്നെ നമ്മൾ ഓൾജിബ്രൈക് ഫോമിൽ പറയുന്നത്. ഡിസ്ക്രൈബ് ദി മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എനി മൾട്ടിപ്പിൾ ഓഫ് n സ്റ്റാർട്ടിങ് വിത്ത് 8 ആസ് ദി ഡിഫറൻസ് ഓഫ് 2 സ്ക്വയർസ്. ഇതുപോലെ ബാക്കിയുള്ള മൾട്ടിപ്പിൾസിനെ 4ൻ്റെ മൾട്ടിപ്പിൾസിനെ എങ്ങനെ എഴുതണം, ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന്, ഈ ഒരു മെത്തേഡിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഓൾജിബ്രൈക് ഫോമിൽ കാണിക്കുക. 8 തൊട്ടുള്ള മൾട്ടിപ്പിൾസിനെയാണ് കേട്ടോ, 4ൻ്റെ മൾട്ടിപ്പിൾസ് തന്നെ 8 തൊട്ടുള്ളതിനെയാണ് നമുക്ക് ഈ ഒരു രീതി എഴുതാൻ പറ്റുന്നത്. 8ന് മുമ്പുള്ള ഈ ലെഫ്റ്റ് സൈഡിന് ഞാൻ എന്തെന്ന് കൊടുത്തു 4n എന്ന് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം 4 × n × 1 കറക്റ്റ് അല്ലേ, 4 × n × 1. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്താണ്, എന്നിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന നമ്പറിൻ്റെ സ്ക്വയർ n+1 സ്ക്വയർ മൈനസ് എന്നിൽ നിന്ന് 1 കുറച്ച് കിട്ടുന്ന നമ്പറിൻ്റെ സ്ക്വയർ n-1 ഹോൾ സ്ക്വയർ. ഇതാണ് ഓൾജിബ്രൈക് ഫോം. ഇനി ഈ റൈറ്റ് സൈഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 4n 4 × n × 1 ഈക്വലാണ്, ഈ സൈഡ് കൂടി ഈക്വൽ ആവണ്ടേ. എന്ത് വരും n+1 ഹോൾ സ്ക്വയർ മൈനസ് n-1 ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ആദ്യത്തെ എന്ത് കിട്ടും n² + 2n+1 എന്ന് കിട്ടും, മൈനസ് n² - 2n+1 എന്താ n² + 2n + 1 മൈനസ് n² + 2n - 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ മൈനസ് ആവും, ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, ഇവിടെ വീണ്ടും മൈനസ് ആവും. n² വെട്ടിക്കളയാലോ, അതുപോലെ 1ഉം വെട്ടിക്കളയാലോ, 1 - 1 അല്ലേ, 2n + 2n എന്ന് വരും. എന്ത് കിട്ടും 4n കിട്ടത്തില്ലേ, 3 ഈക്വൽ ആയില്ലേ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ഹാഫ് ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ്. ഒരു പോളിഗണിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ പകുതിയാണ്. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഹൗ മെനി സൈഡ്സ് ഡസ് ദിസ് പോളിഗൺ ഹാവ്. ഈ പോളിഗണിൻ്റെ എത്ര സൈഡ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. പോളിഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ഇക്വേഷൻ എന്താ, സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞ് n-2 × 180 ഡിഗ്രി അല്ലേ. ഇനി ഏതൊരു പോളിഗണിൻ്റെ ആയാലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഏത് പോളിഗൺ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്തായിരിക്കും 360 ഡിഗ്രി ആയിരിക്കും. നമുക്ക് തന്നേക്കുന്നത് എന്താ, സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ പകുതിയാണെന്നല്ലേ തന്നേക്കുന്നത്. ഇക്വേറ്റ് ചെയ്ത് നോക്കാം. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈക്വൽ ടു എന്താണ്, സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ഹാഫ് അല്ലേ. സം ഓഫ് ഇന്നർ ആംഗിൾസ് എഴുതി /2 എന്ന് എഴുതി. ഇവിടെ 360യും 180യും കൂടി എനിക്ക് വെട്ടാമല്ലോ. ഇവിടെ എന്ത് കിട്ടും 2 കിട്ടും. ഇനി എന്താ n-2 / 2 ഈക്വൽ ടു 2 എന്ന് കിട്ടിയില്ലേ. ഇനി ഈ 2 എനിക്ക് അപ്പുറത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. n-2 ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതിൽ നിന്ന് എന്തെന്ന് കിട്ടും 4 + 2 എന്ത് കിട്ടി 6. എത്ര സൈഡ് ഉണ്ട് ആ ഒരു പോളിഗണിന് 6 സൈഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്, ഇഫ് ഇറ്റ് ഈസ് എ റെഗുലർ പോളിഗൺ ഹൗ മച്ച് വുഡ് ബി ഈച്ച് ഇന്നർ ആംഗിൾ. ഇതൊരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ, അടുത്ത സൈഡിലുള്ളൊരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ, എന്താണ് റെഗുലർ പോളിഗൺ, എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺ ആണ് റെഗുലർ പോളിഗൺ. ഇത് റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഇതിൻ്റെ ഇന്നർ ആംഗിൾ എത്ര ആയിരിക്കും, എല്ലാ ഇന്നർ ആംഗിളും ഈക്വൽ ആയിരിക്കത്തില്ലേ. ഇത് 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിച്ച് അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തായിരിക്കും, ഇവിടെ 6 അല്ലേ n-2 × 180 എന്ത് വരും, /6 എന്ന് നമ്മൾ ഡയറക്റ്റ് ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ഈ സം ഓഫ് ഇന്നർ ആംഗിൾസ് /6 ആയിരിക്കും ഒരു ഇന്നർ ആംഗിൾ. ഓക്കെ, എന്ത് വരും 4 × 180/6. ഇവിടെ എനിക്ക് എന്ത് കിട്ടും 180/6 എന്ന് പറയുന്നത് 30 എന്ന് കിട്ടും. 4 × 30 എന്താണ് 120 ഡിഗ്രി. ഇനി നമുക്കറിയാം എല്ലാ
പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ സം എന്താണ്? 360 ആണ്. റെഗുലർ പോളിഗൺ ആകുമ്പോൾ ഔട്ടർ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കത്തില്ലേ? ഒരു ഔട്ടർ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ 360/6 ചെയ്താൽ പോരെ? എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. ഒരു ഔട്ടർ ആംഗിൾ കിട്ടി. ഇനി ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ 180യിൽ നിന്ന് ഈ ഔട്ടർ ആംഗിൾ മൈനസ് ചെയ്താൽ പോരെ? 180 - 60 120 എന്ന് കിട്ടും. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ആൻസർ ചെയ്യാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ ഓഫ് എ പോളിഗൺ വിത്ത് ദി നമ്പർ ഓഫ് സൈഡ്സ് 1 ലെസ് ദാൻ ദിസ്? ഇവിടെ എത്ര സൈഡുണ്ട്? 6 സൈഡില്ലേ? ഇനി 6ൽ നിന്ന് 1 കുറവുള്ള പോളിഗൺ എന്ന് വെച്ചാൽ 5 സൈഡുള്ള പോളിഗൺ ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ ആംഗിൾ, എല്ലാ ഔട്ടർ ആംഗിളും എത്ര ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്? റെഗുലർ പോളിഗൺ ആയിരിക്കും അല്ലേ? നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസ് അറിയാം അല്ലേ? 360 അല്ലേ? 360. ഇവിടെ ഇപ്പം സൈഡ്സ് എത്ര? നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്. 6 ആയിരുന്നു നമ്മുടെ പോളിഗണിൻ്റെ സൈഡ്. അതിൽ നിന്ന് 1 കുറവുള്ള സൈഡ്സ് അല്ലേ എടുക്കാൻ പറഞ്ഞത്? അന്നേരം 5 എടുക്കണം. 360/5 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? 72 ഡിഗ്രി എന്ന് കിട്ടും. എന്തായിരിക്കും അന്നേരം ഔട്ടർ ആംഗിൾ? 72 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഈസ് 9 1/9. ഒരു നമ്പറിൻ്റെയും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെയും സ്ക്വയറുകളുടെ സമ്മ് എത്രയാണ്? 9 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി സ്ക്വയർ ഓഫ് ദി സം ഓഫ് ദീസ് നമ്പേഴ്സ്? വാട്ട് ഈസ് ദി സ്ക്വയർ ഓഫ് ദി ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ്? ഈ രണ്ട് നമ്പറിൻ്റെ സമ്മിൻ്റെ സ്ക്വയറും നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ ആ നമ്പർ എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1/x ആയിരിക്കത്തില്ലേ? അത് എക്സും 1/xുമാണ് നമ്മുടെ നമ്പേഴ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയറും 1/x² എന്താണ്? 9 1/9 ആണ്. എങ്ങനെ എഴുതാം ഇതിനെ? എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്താണ്? 1/2/x² അല്ലേ? അതിനേക്ക് 1/x² എന്ന് എഴുതിക്കൂടെ? ഈക്വൽ ടു 9 1/9 എനിക്ക് 9 + 1/9 എഴുതിക്കൂടെ? ഈ ഇക്വേഷനകത്ത് തന്നെ നമുക്ക് കിട്ടത്തില്ലേ? ഇവിടെ x² പ്ലേസിൽ ആരാ കിടക്കുന്നത്? 9 അല്ലേ? അത് x² = 9 കിട്ടത്തില്ലേ നമുക്ക്? x² 9 ആണെങ്കിൽ x എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അത് നമ്പർ എന്താണ്? 3 ആണ്. അന്നേരം ഏതൊക്കെയാ? എക്സും അതിൻ്റെ റെസിപ്രോക്കലും അല്ലേ? 3ഉം 1/3 ആയിരിക്കും. നമ്പേഴ്സ് ഏതൊക്കെയാ? 3ഉം 1/3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതിൻ്റെ സമ്മിൻ്റെ സ്ക്വയറും പിന്നെ ഇതിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയറും. നമ്പേഴ്സ് ഏതൊക്കെ കിട്ടി നമുക്ക്? 3ഉം 1/3 അല്ലേ? ഇതിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 3 + 1/3 ദി ഹോൾ സ്ക്വയർ. ഡിഫറൻസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴോ 3 - 1/3 ദി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ത് വരും? 3² + 2 × 3 × 1/3 + 1/3 ദി ഹോൾ സ്ക്വയർ. 3² + 1/3² എന്താണെന്ന് നമുക്കറിയാം. 9 1/9 അല്ലേ? നിങ്ങൾക്ക് തന്നേക്കുന്നതല്ലേ? ഒരു നമ്പറിൻ്റെ സ്ക്വയറും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ സ്ക്വയറോട് ആഡ് ചെയ്തപ്പോഴല്ലേ 9 1/9 കിട്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അല്ലാതെ നിങ്ങൾ ആഡ് ചെയ്താൽ ഇത് തന്നെ കിട്ടുന്നത്. ഇനി 2 × 3 × 1/3 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 9 1/9 + 2 എന്ത് കിട്ടും? 11 1/9 കിട്ടും. ഇനി ഇവിടെ എന്ത് കിട്ടും? എക്സ്പാൻഷൻ 3² - 2 × 3 × 1/3 + 1/3². ഇവിടെയും 3² 1/3² ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 9 1/9 തന്നെയല്ലേ? 9 1/9 - 2 എന്ത് കിട്ടും ആൻസർ? 7 1/9. രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ആയില്ലേ? അടുത്ത 12ാമത്തെ ക്വസ്റ്റിന് അതിന് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നും ബിന്നും 2 പാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ മതി. എ പാർട്ട് എന്താ? പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ. പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. എന്താണ് ക്വാഡ്രിലാറ്ററൽ? 4 സൈഡുള്ള ഫിഗറാണ്. അല്ലെങ്കിൽ 4 സൈഡുള്ളൊരു പോളിഗണാണ് ക്വാഡ്രിലാറ്ററൽ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 2 പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതൊരു പാരലലോഗ്രാം ആണ്. നിങ്ങൾ പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ്. നമുക്ക് എന്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണ് എന്ത് എഴുതാം? A = C. ആംഗിൾ A = C ആണ്. അതുപോലെ ആംഗിൾ B = ആംഗിൾ D ആണ് അല്ലേ? നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിലെ 4 ആംഗിൾസ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 360 കിട്ടണ്ടേ? ആംഗിൾ A + ആംഗിൾ B + ആംഗിൾ C + ആംഗിൾ D = 360 എന്ന് എഴുതിക്കൂടെ?
ഇനി നമുക്കറിയാം എയും സിയും ഈക്വൽ അല്ലേ, ഈ സിക്ക് പകരം എനിക്ക് എ കൊടുക്കാമല്ലോ. അതുപോലെ ബിയും ഡിയും ഈക്വൽ ആയതുകൊണ്ട് ഡിക്ക് പകരം ഞാൻ ബിയും കൊടുക്കുന്നു. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി, ആംഗിൾ സിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു, ആംഗിൾ എ കൊടുക്കുന്നു. ആംഗിൾ ഡിക്ക് പകരം ആംഗിൾ ബി കൊടുക്കുന്നു. ഈക്വൽ ടു 360. അത് ഈക്വൽ ആയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തേക്കുന്നത്. നോക്കി 2 എയും ഉണ്ട് 2 ബിയും ഉണ്ട്. 2 ഇൻറ്റു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 360 എന്ന് കിട്ടില്ലേ. അതിൽ നിന്ന് എന്ത് കിട്ടും, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 360/2 എന്താ 180 എന്ന് കിട്ടും. ആംഗിൾ എയും ആംഗിൾ ബിയുടെ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, 180 എന്ന് കിട്ടി. ഇവിടെ ഞാൻ എ ബി എന്ന് പറഞ്ഞ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എയും ബിയും ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയെന്നാണ് പറഞ്ഞേ, 180 കിട്ടിയെന്നല്ലേ പറഞ്ഞേ. എ ഞാൻ എക്സ് കൊടുക്കുവാണെങ്കിൽ ബി എന്തായിരിക്കും, 180 മൈനസ് എക്സ് ആയിരിക്കത്തില്ലേ. ഇനി ബി 180 മൈനസ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും, എക്സ് ആയിരിക്കില്ലേ. ഇത് നോക്കി, ഈ 2 ആംഗിൾസ് നമുക്ക് സെയിം കിട്ടി അല്ലേ, കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ. എ ഡിയും ബി സിയും എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലെല്ലാം നമുക്ക് ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടത്തുള്ളൂ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ അല്ലേ. ഈ 2 ആംഗിൾസ് എക്സ് എന്ന് കിട്ടിയുണ്ട്, അല്ലെങ്കിൽ എയും ബിയും ആഡ് ചെയ്തപ്പോൾ 180 കിട്ടിയത് കൊണ്ട് എ ഡിയും ബി സിയും എന്താണെന്ന് പറയാം, പാരലൽ ആണെന്ന് പറയാം. സിമിലർലി നമുക്ക് എന്തും പ്രൂവ് ചെയ്യാം, എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. നമുക്കത് സിമിലർലി ഇട്ട് പറഞ്ഞാൽ മതി ആ ഒരു കേസ്. എന്ത് പറയാം, therefore എ ഡി പാരലൽ ടു ബി സി എന്ന് പറയാം. സിമിലർലി എന്തും കിട്ടും നമുക്ക്, സിമിലർലി എ ബി പാരലൽ ടു സി ഡി എന്നും കിട്ടും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് എ ബി സി ഡി എന്താണ്, ഒരു പാരലലോഗ്രാമാണ്. ഹെൻസ് പ്രൂവ്ഡ്. അതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ, ഇൻ ദി പിക്ചർ എ ബി ഈസ് എ ഡയമീറ്റർ ഓഫ് സർക്കിൾ സെൻറ്റേഴ്സ് അറ്റ് ഒ. എ ബി എന്താണ്, ഒ സെൻറ്റർ ആയിട്ടുള്ളൊരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. പ്രൂവ് ദാറ്റ് എ സി ബി ഈസ് എ റൈറ്റ് ആംഗിൾ. ആംഗിൾ എ സി ബി എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ഒരു റൈറ്റ് ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം സെമി സർക്കിളിലെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. നമുക്കിവിടെ എന്ത് ചെയ്യണം, ഇതൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. നോക്കാം, ഇവിടെ നോക്കേ, ഒ എ സി എന്നും ഒ ബി സി എന്നും 2 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഒ സി എന്ന് പറയുന്ന ഒരു ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒ എ സിയും ഒ ബി സിയും 2 ട്രയാങ്കിൾസ് ആണ്. ഈ 2 ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താ, ഇത് രണ്ടും ഐസോസെലസ് ട്രയാങ്കിൾസ് അല്ലേ. ഇവിടെ ഒ എയും ഒ എ സി എന്നുള്ള ട്രയാങ്കിളിൽ ഒ എയും ഒ സിയും ഈക്വൽ അല്ലേ. 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് എന്തൊരു ട്രയാങ്കിളാണ്, ഐസോസെലസ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 2 ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്താണ്, ഈക്വൽ ആണ്. ഇനി ഒ ബി സി ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒ ബിയും ഒ സിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതും എന്താണ്, ഐസോസെലസ് ട്രയാങ്കിളാണ്. അവിടെ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കത്തില്ലേ. ഇനി ഇതെങ്ങനെയാ ഒ സിയും ഒ എയും ഒ ബിയും ഒക്കെ ഈക്വൽ ആവുന്നത്, ഇത് മൂന്നും എന്താണ്, ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ. സർക്കിളിൻ്റെ റേഡിയസ് ഈക്വൽ അല്ലേ. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ അല്ലേ. ഒ എ സിയിലെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഞാൻ എക്സ് ഡിഗ്രിന്ന് എടുത്തു. പിന്നെ ഒ ബി സിയിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഞാൻ വൈ ഡിഗ്രിന്ന് എടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്താണ്, എ സി ബി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്തായിരുന്നു, എ സി ബി എന്താണെന്ന് പ്രൂവ് ചെയ്യണം, 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്നല്ലേ പ്രൂവ് ചെയ്യണം. നമുക്ക് എക്സ് പ്ലസ് വൈ എന്നുള്ള എന്ത് കിട്ടണം, 90 എന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഒ എ സി നമ്മൾ എടുക്കുന്നു. ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ, എത്ര ആയിരിക്കും, ഒരു 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 180 കിട്ടണം. 180 ഈ 2 ആംഗിൾസിൻ്റെ സമ്മ് മൈനസ് ചെയ്താൽ പോരെ, എന്ത് കിട്ടും, 180 മൈനസ് 2x എന്ന് കിട്ടും. അതുപോലെ ഇവിടെ എന്ത് എഴുതാം, 180 മൈനസ് 2y എന്ന് എഴുതിക്കൂടെ. ഇവിടെ 180 മൈനസ് 2x ആണ്, ഇവിടെ 180 മൈനസ് 2y ആണ്. ഇനി നോക്കേ, ഇതൊരു ലൈനല്ലേ. അങ്ങനെയാണ് ഇവിടുത്തെ ആംഗിൾ രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടണം, 180 കിട്ടണ്ടേ. നമുക്കൊന്ന് ആഡ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y ഈക്വൽ ടു 180 എന്ന് എനിക്ക് കിട്ടണം. 180 പ്ലസ് 180 എന്താണ്, 360 മൈനസ് 2x മൈനസ് 2y.
ഈക്വൽ ടു 180. ഇനി ഇവിടുന്ന് ഞാനൊരു -2 കോമൺ എടുക്കുവാണ്. 360 - 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. 360 - 180 ആണ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അല്ല 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 360 - 180 എന്താ? 180 അല്ലേ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണെന്ത്? 180. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? 180/2. ആൻസർ 90 എന്ന് കിട്ടൂലേ? എക്സ് പ്ലസ് വൈ എന്തെന്ന് കിട്ടി നമുക്ക്? 90 എന്ന് കിട്ടി. അതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. എക്സ് പ്ലസ് അല്ലെങ്കിൽ ആംഗിൾ ABC എന്നുള്ള ആംഗിൾ ACB എന്താണെന്ന്, ഒരു റൈറ്റ് ആംഗിൾ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ACB എന്താണെന്ന് കിട്ടി? 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ആ ആംഗിൾ ACB എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ആണ്. ഇനി സെക്ഷൻ D ആണ്. സെക്ഷൻ Dയിലും 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വെച്ചാണുള്ളത്. 13th question. The picture shows a square formed by 9 dates of a month in a calendar. കാലണ്ടർ പ്രോബ്ലം ആണ്. നിങ്ങൾ കാലണ്ടർ പ്രോബ്ലം ഒക്കെ കുറേ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കാലണ്ടറിലെ 9 ഡേറ്റ്സ് ആണ് ഈ ഒരു സ്ക്വയർ ഫോമിൽ എടുത്തേക്കുന്നത്. കണ്ടോ? ദി ഡിഫറൻസ് ഓഫ് ദി ഡയഗണൽ പ്രോഡക്ട്സ് ഗീവ്സ് 28. ഡയഗണൽ പ്രോഡക്ട്സിൻ്റെ ഡിഫറൻസ് ഏതൊക്കെയാണ്? ഡയഗണൽ പ്രോഡക്ട്സ് 2 ഇൻറ്റു 18 16 ഇൻറ്റു 4. ഇതിന് രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ്? 28 ആണ്. അവരവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ? എന്താണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ വൈ ദി ഡിഫറൻസ് ഓഫ് ദി ഡയഗണൽ പ്രോഡക്റ്റ് ഈസ് 28 ഫോർ എനി സച്ച് സ്ക്വയർ ഓഫ് 9 ഡേറ്റ്സ്. ഏതൊരു 9 ഡേറ്റ്സ് എടുത്താലും, സ്ക്വയർ ഓഫ് 9 ഡേറ്റ്സ് എടുത്താലും ഡയഗണൽ പ്രോഡക്ട്സിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് 28 കിട്ടുന്ന എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം? ഓൾജിബ്രായിക് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ചെയ്യാലോ? 9 ഡേറ്റ്സ് അല്ലേ? ഞാൻ മിഡിലുള്ളത് എക്സ് എന്നെടുത്തു. മിഡിലുള്ളത് എക്സ് എടുത്താൽ എന്ന് വെച്ചാൽ ഇവിടെ 10th പ്ലേസിൽ എക്സ് എടുത്തെന്ന് വെച്ചോ. തൊട്ടപ്പുറത്ത് 11 അല്ലേ? അതായത് എക്സ് പ്ലസ് 1. ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? എക്സ് മൈനസ് 1. എക്സിൻ്റെ തൊട്ട് മുകളിൽ എന്താണ്? 3 അല്ലേ? 10ൽ നിന്ന് എത്ര കുറച്ചല്ല 3 വരുന്നത്? 7 കുറയ്ക്കണ്ടേ? അരം എക്സ് മൈനസ് 7. 10ൻ്റെ തൊട്ട് താഴെ 17 അല്ലേ? എന്ന് വെച്ചാൽ 7 കൂട്ടണം +7. ഇനി എക്സ് മൈനസ് 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എക്സ് മൈനസ് 6 കിട്ടും. ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത്? എക്സ് മൈനസ് 8. അതുപോലെ ഇവിടെ കിട്ടുന്നത് എക്സ് പ്ലസ് 6ഉം എക്സ് പ്ലസ് 8ഉം. ഇതാണ് നമ്മുടെ 9 നമ്പേഴ്സ്. കണ്ടോ? ഇതിന് ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് മൈനസ് 8, എക്സ് മൈനസ് 6, എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 6. ഇനി ഡയഗണൽ പ്രോഡക്റ്റ് എടുക്കാൻ പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? ഡയഗണൽ പ്രോഡക്റ്റ് എന്ത് വരും? എക്സ് മൈനസ് 8 ഇൻറ്റു എക്സ് പ്ലസ് 8ഉം എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 6. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമുക്കറിയാം. എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? ഇതിന് എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് 8 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് വരും. ഇതിന് ഡിഫറൻസ് എടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 6 സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ മൈനസ് 8 സ്ക്വയർ കുറച്ചാൽ എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 36 മൈനസ് എക്സ് സ്ക്വയർ, മൈനസിന് മൈനസ് പ്ലസ് ആവില്ലേ? പ്ലസ് 64 എന്ന് കിട്ടും. നമുക്കിത് മുകളിലോട്ടൊന്ന് എഴുതാവേ. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസലായി പോകുമല്ലോ. ബാക്കി എന്ത് കിട്ടും? മൈനസ് 36 പ്ലസ് 64 എന്നല്ലേ കിട്ടുന്നത്? അതായത് 64 മൈനസ് 36 എന്ത് തന്നെ കിട്ടുന്നത്? 28 എന്നാണ് കിട്ടുന്നത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതിലൊരെണ്ണം ചെയ്താൽ മതി. ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 15 സെൻറ്റിമീറ്റേഴ്സ് 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 24 സെൻറ്റിമീറ്റേഴ്സ്. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്താണ്? 15 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ 24 സെൻറ്റിമീറ്റർ. 3 സൈഡ്സും കൊടുത്തിട്ടുണ്ട്. ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദി ട്രയാങ്കിൾ ആൻഡ് കമ്പ്യൂട്ട് ഇറ്റ്സ് ഏരിയ. റഫായിട്ടൊരു ഫിഗർ വരച്ചിട്ട് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 2 സൈഡ്സ് ഈക്വൽ അല്ലേ? അത് എന്തൊരു ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇനി ഹൈറ്റ് വേണം. ഞാൻ ഹൈറ്റ് വരച്ചു. ഇനി ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് എന്ന് വെച്ചാൽ
ഈക്വൽ സൈഡ്സ് മീറ്റ് ചെയ്യുന്ന വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും, ആ സൈഡിനെ ഈക്വലായി ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതും 12 ആയിരിക്കും, ഇതും 12 ആയിരിക്കും. കണ്ടോ, ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ. ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ? ഹൈപ്പന്യൂസ് 15 ആണ്, ബേസ് 12 ആണ്. എന്തായിരിക്കും ഹൈറ്റ് വരുന്നത്? √15² മൈനസ് 12² എന്ന് വരും. ഹൈറ്റ് ഈക്വൽ ടു എന്ത് വരും? 15² എന്താണെന്ന് നമുക്കറിയാം, 225 ആണ്, മൈനസ് 144. ആൻസർ എന്താ വരുന്നത്? ആൻസർ നമുക്ക് 81. √81 എന്ന് പറയുന്നത് എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഹൈറ്റ് എത്ര കിട്ടി? 9 സെൻറ്റിമീറ്റർ. ബേസ് എത്ര ആണ്? 24 അല്ലേ? ഏരിയ എന്ത് വരും? ഹാഫ് BH അല്ലേ ഏരിയ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 24 ഇൻറ്റു ഹൈറ്റ് എന്താണ്? 9 ആണ്. 108 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി പിക്ചർ P ആൻഡ് Q ആർ ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി സൈഡ്സ് AB ആൻഡ് CD ഓഫ് ദി പാരലലോഗ്രാം ABCD. ABCD എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. അതിൽ AB എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് P, CD എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് Q. ഇനി APCQ എന്നുള്ള ഒരു പാരലലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നോക്കാം. പാരലലോഗ്രാം എ ബിയും സി ഡിയും പാരലലോഗ്രാം ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു സി ഡി അല്ലേ? എ ബി ഈക്വൽ ടു സി ഡി ആണ്. അങ്ങനെ ആണെങ്കിൽ എ പിയും ക്യു സിയും ഈക്വൽ ആണെന്ന് എനിക്ക് പറയാമല്ലോ. കാരണം എന്താണ്? എ പി എന്ന് പറയുന്നത് AB/2 ആണ്, സി ക്യു എന്ന് പറയുന്നത് CD/2 ആണ്. മിഡ് പോയിൻ്റ് അല്ലേ പിയും ക്യൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? എ പി ഈക്വൽ ടു സി ക്യു എന്ന് പറയാം. ഇനി എ ബി പാരലൽ ടു സി ഡി അല്ലേ? എന്തുകൊണ്ടാ? ABCD ഒരു പാരലലോഗ്രാം അല്ലേ? അങ്ങനെ ആണെങ്കിൽ എ പിയും ക്യു സിയും പാരലൽ അല്ലേ? എ ബിയും സി ഡിയും പാരലൽ ആണെങ്കിൽ എ പിയും ക്യു സി എന്താവും? പാരലലാവും. അതുപോലെ എ ബിയും സി ഡി ഈക്വൽ ആയതുകൊണ്ട് എ പിയും ക്യു സി എന്താവും? ഈക്വൽ ആവും. ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായി? ഈക്വലുമാണ്, പാരലലുമാണ്. അങ്ങനെ ആണെങ്കിൽ എ പി ക്യു സി എന്താണ്? APCQ ഈസ് എ പാരലലോഗ്രാം. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ്സ് 4 സെൻറ്റിമീറ്റേഴ്സ്. ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതിലൊരെണ്ണം ചെയ്താൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കണം. സൈഡ് എത്ര ആയിരിക്കണം? 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇത് വരയ്ക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അളവെടുത്ത് കറക്റ്റായിട്ട് വരയ്ക്കണം. 4 സെൻറ്റിമീറ്റർ സൈഡുള്ള റെഗുലർ ഹെക്സഗൺ വരയ്ക്കാനല്ലേ പറഞ്ഞേക്കുന്നേ? 4 സെൻറ്റിമീറ്റർ സൈഡ്. അതുപോലെ എത്ര സൈഡ് വേണം? 6 സൈഡ്. ഹെക്സഗൺ അല്ലേ? 6 സൈഡ് വേണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിൾ വരച്ചിട്ട് ഈ കോമ്പസ് കൊണ്ട് തന്നെ ആർക്ക് കട്ട് ചെയ്യുക. ഈ സർക്കിളിൽ ആർക്ക് കട്ട് ചെയ്യുക. കാരണം ഈ 4 സെൻറ്റിമീറ്റർ മാറ്റാതെ തന്നെ എന്ത് ചെയ്യുക? ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട്, ഈ ഒരു പോയിന്റിൽ കോമ്പസ് വെച്ചുകൊണ്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 6 പോയിന്റുകൾ കിട്ടും. ഈ പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് എന്തായിരിക്കും? ഒരു റെഗുലർ ഹെക്സഗൺ ആയിരിക്കും. ഇത് ഞാൻ റഫായിട്ട് വരച്ചതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അളവെടുത്ത് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ സൈഡുള്ളൊരു റെഗുലർ ഹെക്സഗൺ ആയിരിക്കും. ഇനി റെഗുലർ ഹെക്സഗൺ, ഈ സർക്കിൾ വെച്ചിട്ട് റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്ന രീതി എൻ്റെ ചാനലിലൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. ഇനി ഇതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഓൾ സൈഡ്സ് 3 സെൻറ്റിമീറ്റേഴ്സ് ബട്ട് നോട്ട് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. അടുത്തത് നമ്മൾ റെഗുലർ ഹെക്സഗൺ അല്ല വരയ്ക്കേണ്ടത്, ഒരു ഹെക്സഗൺ. പക്ഷേ എൻ്റെ സൈഡ്സ് എല്ലാം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആംഗിൾസ് എന്താവരുത്? ഈക്വൽ ആവരുത്. എത്ര സെൻറ്റിമീറ്റർ ആവേണ്ടത്? 3 സെൻറ്റിമീറ്റർ. സൈഡ് എത്രയാണ്? 6 സൈഡ്സ്. ഹെക്സഗൺ അല്ലേ? 6 സൈഡ്സ്. ഇനി റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. എങ്ങനെ വരയ്ക്കും? ആദ്യം നമ്മളൊരു 3 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ഇനി ഈ ഒരു പോയിന്റിൽ 110 ഡിഗ്രി എടുക്കുക. നമുക്ക് എല്ലാ ആംഗിളും 120 ആയാലല്ല റെഗുലർ പോളിഗൺ ആവത്തുള്ളൂ. ഇതും എത്ര തന്നെയാണ്? 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഈ സൈഡിൽ നമ്മൾ എന്തെടുക്കുക? ഒരു 120 ഡിഗ്രി എടുക്കുക. ഇത് എത്ര സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം? 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം. അടുത്ത എത്ര ആംഗിൾ എടുക്കണം? 130 എടുക്കുക. പ്രൊട്രാക്ടറിൽ തന്നെ എടുക്കുക. മനസ്സിലായോ?
ഇപ്പം നമുക്ക് 1 2 3 4 സൈഡ്സ് കിട്ടിയില്ലേ. ഇനി ഇവിടുന്നും 3 കോമ്പസിലെടുത്തിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യണം, ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന എന്തായിരിക്കും? ഒരു ഹെക്സഗൺ ആയിരിക്കും. അതിൻ്റെ സൈഡ്സ് എല്ലാം എന്തായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായോ? 16ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഗ്രിഡ് ഷോസ് സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ദി സ്ക്വയർ ഓഫ് 2 ഡിജിറ്റ് നമ്പർ. നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ബോക്സ് വരച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനൊരു ഫിഗറായി കൊടുത്തേക്കുന്നത്. അതിൽ ചില നമ്പേഴ്സ് എന്താണ്? മിസ്സിങ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചേക്കുന്ന നമ്പേഴ്സൊക്കെ എന്താണ്? മിസ്സിങ് ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ് ഈ കണ്ടുപിടിച്ചേക്കുന്നതെന്നും ആ സ്ക്വയർ എത്ര ആണെന്നും നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് 2 ക്വസ്റ്റ്യൻസ്. ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ ചെയ്ത് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? ഇത് എക്സും ഇത് വൈയുമാണ്, ഇതും എക്സും ഇത് വൈയുമാണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ എക്സ് വൈ, ഇവിടെയും എക്സ് വൈ, ഇവിടെ വൈ സ്ക്വയർ. അങ്ങനെയല്ലേ കിട്ടുന്നേ? ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ പ്ലേസിൽ ആരാ ഉള്ളത്? 900 അല്ലേ? ഒരു എക്സ് സ്ക്വയർ ഈക്വൽ ടു 900. ഒരു എക്സ് എന്തായിരിക്കും? √900. എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. വൈ സ്ക്വയറിൻ്റെ പ്ലേസിൽ ആരാ കിടക്കുന്നത്? 16. അത് വൈ എന്താണെന്ന് കിട്ടി നമുക്ക്? √16, അതായത് 4 ആണ്. മനസ്സിലായോ? 30, ഇവിടെ 4, ഇവിടെയും 30, ഇവിടെ 4. ഓക്കെ, ഇവിടെ എന്ത് കിട്ടും? 30 × 30 900. ഇവിടെ എന്ത് കിട്ടും? 30 × 4 120. ഇവിടെയും 30 × 4 120. ഇവിടെ എന്താണ്? 16 ആണ്. മിസ്സിംഗ് നമ്പേഴ്സ് എല്ലാം നമുക്ക് കിട്ടിയല്ലോ. ഇനി ഏതിൻ്റെ സ്ക്വയറാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 34ൻ്റെ സ്ക്വയറാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്ത് കിട്ടും? 900 + 120 + 120 + 16 കിട്ടും. ആൻസർ എന്താ വരുന്നത്? 1156 കിട്ടും. 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? ഇത്രയാണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.